ഓള് തിരിച്ചൊരു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. പിന്നെ ഞാൻ മറ്റേ ചോഫ് ലവിന്റെ ചിത്രം അതന്നെ അത് വിട്ട്. പിന്നെ ചാറ്റിങ് ആയി, അതടച്ചിലായി, ഒന്നും പറയണ്ട. അപ്പൊ ഓള് എന്നോട് ഇങ്ങോട്ട് മെസ്സേജ് വിട്ട്, എന്തേ ഇത്ര നേരത്തെ എണീറ്റ്? അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ട, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഓള് പറഞ്ഞു ഇങ്ങോട്ട് പോരുന്നോന്ന്. എന്നിട്ട് പോയോ? ഞാൻ പോയി. ഗേറ്റിന്റെ അടുത്ത് എത്തി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിന്ന് അറിഞ്ഞ് മെസ്സേജ് വിട്ട്. കുറച്ച് വെള്ളം കിട്ടടാ, എനിക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം കുടിക്കില്ല. പറയുന്നാല്. അപ്പൊ ഓള് പറഞ്ഞു അടുക്കള ഭാഗത്ത് കൂടെ ഉണ്ട് കേറിക്കോളി, വാരി ചാരിട്ടിട്ടുള്ളൂ. അടുക്കള വായില് തുറന്ന് അകത്തേക്ക് കേറിയത് ഓർമ്മ ഉള്ളുണ്ട് മാഷേ. കുത്തും ചവിട്ടും കഴുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരറ്റ കുത്താ ചുമരിന്റെ മുകളില്. എനിക്ക് അപ്പളേ സംശയമുണ്ട്. എന്തിട്ട്? ഓള് കരാട്ടക്ക് പോയിക്കിന്. ഓളെല്ലാം പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാലല്ലേ സംഗതി മനസ്സിലാകുന്നത്. അത്രയും നേരം ചാറ്റ് ചെയ്ത് ഓളെ ഭർത്താവ് വേലായുധനെ. അയ്യോ, ഓന്റെ കയ്യിന്റെ വണ്ണം കണ്ടില്ലേ? അമ്പോ, കൗങ്ങിന്റെ വണ്ണ. അന്ന ഇക്കോലത്തിലെങ്കിലും കിട്ടിയ ഭാഗ്യം എന്ന് വിചാരിച്ചു. ആക്കെ പോട്ടെ, ഈ വോയിസ് മെസ്സേജ് അല്ലേനില്ല ഇട്ട് എല്ലാ ടൈപ്പ് ചെയ്ത് വിടല്ലേ? അവിടെയാണ് എനിക്ക് പറ്റിയത്. നമ്മള് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തത് ഒരു പാട്ട് പാടിത്തരുമോ മോളെ എന്നാണ് ചോദിച്ചാടാ. ചോദിച്ചാ പോലെ എന്ത് ഓലാണെങ്കിൽ ഒരു പാട്ട് ഇങ്ങോട്ട് പാടിത്തരും. പാട്ട് പാടുന്നില്ല, വീണ്ടും മെസ്സേജാ വരുന്നതെന്ന് ഉറപ്പിച്ചോ, അതോലല്ല, നമ്മളെ കൊടുക്കാനുള്ള ആരെങ്കിലും ആയിരിക്കും. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ മാസ്റ്റേ ഇതൊന്നും മാറിക്കോട്ടെ. 2-3 ആൾക്കാരും കൂടെ നമ്മളെ കസ്റ്റഡിയിലുണ്ട്. ഓരോട് ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് വെക്കാം. അയ്യോ, മറ്റേ കൈ അയ്യോ.